സതീശന് സ്റ്റാലിന്റെയും പിണറായിയുടെയും ഗതി വരുമെന്ന് കെ സുരേന്ദ്രൻ. വി ഡി സതീശൻ സർക്കാരിന്റെ കാലാവധി തീരുന്നതിനു മുമ്പ് കേരളത്തിലെ ബാക്കി വരുന്ന എല്ലാ വിസിമാരും RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണം കേൾക്കാനെത്തുമെന്ന് വെല്ലുവിളിച്ച് BJP നേതാവ് കെ സുരേന്ദ്രൻ. നിലവിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർ മാത്രമേ മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുള്ളൂ. വി ഡി സതീശനെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചതും ഒരു RSSകാരൻ തന്നെയാണ്. വി ഡി സതീശന്റെ രാജി സ്വീകരിക്കുന്നതും ഒരു RSSകാരൻ തന്നെ ആയിരിക്കുമെന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വെറുതെ മുട്ടാൻ നിൽക്കണ്ട, മമതയുടെയും സ്റ്റാലിന്റെയും പിണറായിയുടെയും ഗതിയായിരിക്കും താങ്കൾക്ക് വരാൻ പോകുന്നതെന്ന് സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മലപ്പുറം വണ്ടൂർ കാപ്പിലിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. കാപ്പിൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരുടെയും കൈക്കാണ് വെട്ടേറ്റത്. കാപ്പിൽ ടൗണിൽ വെച്ചാണ് ആക്രമണം നടന്നത്. ഇരുവർക്കും വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. ഉദുമ പള്ളിക്കര കലിങ്കാലിന് സമീപം 2 യുവാക്കളെ കടലിൽ കാണാതായി. ബാലുവിന്റെ മകൻ അങ്കിത്ത്, അബ്രഹാമിന്റെ മകൻ അപ്പൂറ്റി അബ്രഹാം എന്നിവരെയാണ് കാണാതായത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. ബേക്കൽ ബീച്ച് കാണാനെത്തിയ ശേഷം കല്ലിങ്കാലിന് സമീപം കടലിൽ കുളിക്കാനിറങ്ങിയതാണ്. ഇതിൽ 2 പേരാണ് തിരമാലയിൽപ്പെട്ട് കാണാതായത്. ബേക്കൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും തിരച്ചിൽ തുടരുന്നു. നീറ്റ് പുനഃപരീക്ഷയിൽ വീണ്ടും വിദ്യാർത്ഥികളെ വലച്ച് NTA. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ. 2 വെബ്സൈറ്റുകളിലും സാങ്കേതിക പിഴവുണ്ടെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. അതേസമയം നീറ്റ് പുനഃപരീക്ഷയുടെ സുരക്ഷ വിലയിരുത്താൻ പ്രത്യേക യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് യോഗം വിളിച്ചത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. വിദേശ സെന്ററുകളിലെ പരീക്ഷയുടെ കാര്യത്തിലും ചർച്ച നടക്കും. തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിലെ പരീക്ഷ നടത്തിപ്പ് വിലയിരുത്താൻ NTA യോഗം അടുത്തയാഴ്ച ചേരും. പഞ്ചാബ്, ദില്ലി, ബീഹാർ, ഹരിയാന, ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പയിൽ ആശ്വാസം, പുതിയ രോഗബാധയില്ല. നിപ്പ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ സംസ്ഥാനത്ത് പുതിയ രോഗബാധയില്ല. അതേസമയം സമ്പർക്ക പട്ടികയിൽ 3 പേരെ കൂടി ഉൾപ്പെടുത്തി. നിലവിൽ 103 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ്പ രോഗബാധിതൻ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് ഇന്ന് റെംഡെസിവിർ നൽകി. ഇതുവരെ അപകടകാരിയല്ലെന്നും രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമാണ് ഡോക്ടർമാർ നടത്തുന്നതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി.